പറയുന്നതല്ല. അറിവില്ലാത്തതായ ആൾക്കാർ പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്നിട്ട് ഞാൻ ഒഴിവാകുന്നു. ഞാൻ ആരെയും ബുദ്ധി പറയുന്നില്ല. ആ മനുഷ്യൻ അവിടുന്ന് പറഞ്ഞത് തടിയിച്ചാക്കാൻ വേണ്ടി ഞാനത് പറയുന്നില്ല എന്നാ. എന്നിട്ട് എനിക്ക് എഴുത്ത് വന്നിരിക്കാൻ എന്റെ കൂടെ എഴുത്ത്. നിങ്ങളെ പോലെ ഒന്ന് പഠിച്ച മനുഷ്യൻ തന്നെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് അത് പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ 20 കൊല്ലമായിട്ട് പറയുന്ന പ്രസംഗത്തിൽ ഞങ്ങളുടെ കൂടെയുള്ള കേസത്തിൽ നിങ്ങൾ കേസത്തിന്റെ അവസാനത്തിൽ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി എന്ന് പറഞ്ഞിട്ട് പച്ചക്കള്ളം പറഞ്ഞ് ഞങ്ങളെ നിങ്ങൾ വഴിപഠിപ്പിച്ചതല്ലേ മനുഷ്യ എന്നാണ് എന്നോട് ചോദ്യം. ഇതേ ശരി. ഇല്ല, പച്ചക്കള്ളം പറഞ്ഞിട്ടില്ല. ആ മനുഷ്യനെ അവിടുന്ന് അങ്ങനെ തടി കേസിലാക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, അവരോട് കുലുവം തോന്നാൻ പറയട്ടെ. ചോദ്യം എന്താണ്? സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. നിന്റെ റബ്ബ് പരിശുദ്ധനത്രേ, അവനാണ് ഇസ്സത്തിന്റെ ഉടമ എന്നാണ് അതിന്റെ അർത്ഥം. നിന്റെ റബ്ബ് പരിശുദ്ധനാണ് എന്ന് നാം അല്ലാഹുവോട് പറയുമ്പോൾ ശിർക്കല്ലേ എന്നാണ് അല്ലാഹുവോട് പറയുന്നത്. നീ കുലുവം തോന്നിയാട്ടെ. അല്ലാഹു അഹദ് എന്ന് പറയുമ്പോൾ നീ ഓതു അല്ലാഹു അഹദ് ഓതു, റബ്ബേ ഓതു അതിന്റെ അർത്ഥം. റബ്ബേ നീ ഓതു അല്ലാഹു അഹദ് എന്നാണ്. അല്ലാഹു അഹദ് ഖുർആൻ എത്ര കൊല്ലുണ്ട്, അതൊക്കെ കട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ. മനസ്സിലായി? അപ്പോൾ ഇവിടെ അറബി ഭാഷ അറിയാത്തതുകൊണ്ടാണ് ഈ രോഗം. അറബി ഭാഷയിൽ ഹെക്കായത്തൻ പറയാന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഹെക്കായത്തൻ പറയാന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളിവിടെ പ്രസംഗിച്ചു, ഞാനിവിടെ പ്രസംഗിച്ചു. ഞാൻ പ്രസംഗിച്ച ഇംഗ്ലീഷിലാണ്. പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം, മനസ്സിലാക്കാൻ മാത്രം. ഒരു മനുഷ്യനിവിടെ മലയാളത്തിൽ പറയാം. അയാൾ മലയാളത്തിൽ പറയുന്നതായ വേളയിൽ അയാൾ അല്ലയോ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നത് ഞാൻ പറഞ്ഞ പ്രസംഗത്തിന് അയാൾ എന്ത് ചെയ്യാണ്? ഹികായത്ത് ചെയ്യാറ്. ഞാൻ പറഞ്ഞ പ്രസംഗത്തിന് അയാൾ വിവർത്തനം ചെയ്യാം. അപ്പോൾ അയാൾ പറയുന്നു എന്താണ്? ഞാൻ പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ശൈലിയിൽ പറയാൻ പറ്റുമോ? പറ്റൂല. അല്ലാഹു ഖുർആനിൽ ആയത്താക്കി ഇറക്കുന്നത് അല്ലാഹു പറയുന്നു ഇത് ഓതിയാൽ നിങ്ങൾക്ക് കൂലി കിട്ടും, അത് ഓതിയാൽ കൂലി കിട്ടുമ്പോൾ അല്ലാഹു സമദ് എന്നാ ഓതേണ്ടത്? ഔദു റബ്ബിൽ ഫലഖ് ഔദു റബ്ബിൻ നാസ് എന്നാ ഓതേണ്ടത്? കൊല്ലൊക്കെ കട്ടിയണം അല്ല. അത് നിങ്ങളോട് കൽപ്പിച്ചു എന്ന് അല്ലാഹു പറയുന്ന അല്ലാഹുവിന്റെ വചനമാണ്. അത് ഓതിയാൽ കൂലി കിട്ടും, അതങ്ങനെ തന്നെ ഓതണം. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചോദ്യം ഇതേ മൗലിയിലോട് അല്ല, നിങ്ങൾ അത്തഹിയ്യാത്ത് ഓതുന്ന വേളയിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് ഓതുന്നത് തെറ്റല്ലേ? അപ്പൊ തന്നെ മറുപടി ഞാൻ ഓതാറില്ല. മൗലവിക്ക് തടയിച്ചിലാക്കാൻ പ്രയാസമില്ല. ഞാൻ എന്തെങ്കിലും പറയല്ല, കത്തും എന്റെ കൂടെ എന്റെ മൗലവിയുടെ പേരുണ്ട്. അള്ളാഹു അദ്ദേഹത്തെ ഇതാക്കട്ടെ. അർഹപ്പെടാത്തവർ പണ്ഡിതന്മാരായി അവർ പഠിച്ചു, മറ്റുള്ളവരെയും വഴി പഠിപ്പിച്ചു. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽപ്പെടും ഇവർ. തൗബ ചെയ്ത് നന്നായിട്ട് യഥാർത്ഥത്തിൽ ഖുർആനിലേക്ക് മടങ്ങുമ്പോൾ ഹദീസിലേക്കും അദ്ദേഹം മടങ്ങിയില്ലെങ്കിൽ, അദ്ദേഹത്തിന് പോലത്തവർ മടങ്ങിയില്ലെങ്കിൽ, എന്നിട്ട് മൂപ്പരോട് ചോദിച്ചു. പിന്നെ മൂന്നാം ചോദ്യം, പിന്നെ എന്താ നിങ്ങൾ അത്തഹിയ്യാത്ത് ഓതാറുള്ളത്? അസ്സലാമു അലൻ നബി എന്നാണ്. ചില സഹാബാക്കൾക്ക് അങ്ങനെ ഓതാമെന്ന് പൂതിയുണ്ടെന്നാണ്, അങ്ങനെ ഓതിയിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സമാധാനം വന്നു. അദ്ദേഹത്തിന്റെ മറുപടി കേട്ടിട്ട് ഖുർആനിലേക്കും ഞങ്ങളെ കൂടെ മടങ്ങി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്നാണ് പിന്നെ എഴുത്തുകാരന്റെ വിശദീകരണം. എന്താ ഇവിടെ സംഭവിച്ചത്? ചോദിച്ചാലും ചോദിച്ചവരും ചോദിക്കപ്പെട്ടവരും ദീനിന്റെ ABCD അറിയാത്ത വിഭാഗം. അത്തഹിയ്യാത്ത് ഓതുന്ന വേളയിൽ ഒരു ശിർക്കും വരാനില്ല, അവിടെ ഒരു അപകടവും വരാനില്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് തന്നെയാണ് റസൂൽ അത്തഹിയ്യാത്ത് ഓതിയപ്പോൾ ഓതിയിട്ടുള്ളത്. ചേഞ്ച് ചെയ്യുന്നെങ്കിൽ റസൂൽ ചേഞ്ച് ചെയ്യണ്ടേ? റസൂലിനോട് തന്നെ റബ്ബേ റസൂലേ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന് അർത്ഥമാകുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റസൂൽ ഓതേണ്ടതല്ലേ? റസൂൽ അങ്ങനെ ഓതിയില്ലല്ലോ. ഇല്ല, റസൂൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു തന്നെയാണ് ഓതിയത്. കാരണം അങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടത്. വഹിയിലൂടെ പഠിപ്പിക്കപ്പെട്ടത് അങ്ങനെ തന്നെ ഓതണം, എന്നാലേ കൂലി കിട്ടുള്ളൂ. നമ്മുടെ ഇഷ്ടാനുസരണം അർത്ഥം യോജിക്കുന്ന രൂപത്തിൽ ചേഞ്ച് ചെയ്താൽ നാം ഇസ്ലാമിൽ കരിഞ്ചന്ത ഉണ്ടാക്കിയവരായി മാറും. വിശദീകരണം ഇനിയും നമുക്ക് കേൾക്കാം. ഇതുവരെ പറഞ്ഞതിനെ സൽക്രമമായി അല്ലാഹു സ്വീകരിക്കട്ടെ. മസ്ജിദ് നബവിയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കപ്പെട്ടതുകൊണ്ട് നാം തൽക്കാലം ഇന്നത്തെ സംസാരത്തിന്റെ വിരാമം ഇടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സത്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട്
മുർത്തദ്ദീങ്ങളിൽ നിന്നിട്ട് രക്ഷപ്പെട്ടുകൊണ്ട് ഈ രിദ്ദത്ത് എന്ന ഈ മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള മഹാഭാഗ്യം നൽകട്ടെ. സത്യത്തിന് സത്യം പോലെ പഠിക്കുവാനും ഖുർആനിലൂടെ സുന്നത്തിലൂടെ പഠിക്കുവാനും അതിലടിച്ച് ജീവിച്ച് മരിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റഹീമായ നാഥ, ഞങ്ങളുടെ വിശ്വാസത്തെ ഒത്തുപോലെ പവിഴം പോലെ സംരക്ഷിക്കാനുള്ളതായ മഹാഭാഗ്യം മരണം വരെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണ രക്ഷിതാവേ. മരിക്കുന്ന വേളയിൽ ഈ മാനോട് കൂടി തന്നെ ഇതേ അടിയുറച്ച വിശ്വാസത്തോടു കൂടി തന്നെ നിന്നെ മാത്രം ആരാധിച്ചുകൊണ്ട് നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി മാത്രം ജീവനെ ആ സകലം ബലിയർപ്പിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ മരണപ്പെടുവാനും അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗ്ഗത്തിൽ സമ്മേളിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണേ രക്ഷിതാവേ. അനുഗ്രഹിക്കണേ രക്ഷിതാവേ. ഞങ്ങൾ നിന്നിട്ട് മരിച്ചവർക്ക് നീ മാപ്പ് ചെയ്തു കൊടുക്കണ രക്ഷിതാവേ. ഞങ്ങൾ നിന്നിട്ട് രോഗമുള്ളവരുടെ രോഗം മാറ്റണേ രക്ഷിതാവേ. ഞങ്ങളുടെ എല്ലാ കഷ്ടതയുള്ളവരുടെ കഷ്ടതകളെ നീ നീക്കം ചെയ്യണേ രക്ഷിതാവേ. ദീനിന് വേണ്ടി സേവനം ചെയ്യുവാൻ ആത്മാർത്ഥമായി സേവനം ചെയ്യുവാൻ ദീർഘായുസ്സും ആരോഗ്യവും സാമ്പത്തിക ശാരീരിക ശേഷിയും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്. ഇവന്റെ ശബ്ദം എല്ലാ രൂപത്തിൽ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും നീ പുറത്തു കൊടുക്കുകയും അവരിൽ നിന്നിട്ട് ഈ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുകയും ചെയ്ത രക്ഷിതാവേ. അവരിൽ നിന്ന് ഈ നാട്ടിലേക്ക് വന്ന് ഹജ്ജും ഉംറയും ചെയ്യുവാൻ ആഗ്രഹമുള്ളവരുടെ ആഗ്രഹം നീ നിറവേറ്റി കൊടുക്കണേ രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനു'മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول حق وجاءهم البينات والله لا يهدي القوم الظالمين. أولئك جزاؤهم أن عليهم لعنة الله والملائكة والناس أجمعين خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. إن الذين كفروا بعد إيمانهم ثم ازدادوا كفرا لن تقبل توبتهم أولئك هم الضالون. إن الذين كفروا وماتوا وهم كفار فلن يقبل من أحدهم ملء الأرض ذهبا ولو افتدى به أولئك لهم عذاب أليم وما لهم من ناصرين. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ മദീനവാസികളായ സദസ്യരെ, മറ്റു ശ്രോതാക്കളെ, ഇവിടെ കഴിഞ്ഞ ഏതാനും ക്ലാസുകളിലൂടെ ഞാൻ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്ത പ്രധാന കാര്യങ്ങളിൽപ്പെട്ടതാണ് വിശുദ്ധ മതത്തിൽ ഒരാൾക്ക് മെമ്പർഷിപ്പ് നേടാൻ ചാൻസ് ലഭിച്ച ശേഷം ആ വിശുദ്ധ മതത്തിൽ നിന്നിട്ട്
പല കാരണത്താൽ വ്യതിചലിച്ചു പോകാറുള്ള മുർത്തദ്ദുകളെ കുറിച്ച് പലരും വളരെ സമാധാനത്തിലാണ്